ഫാദർ റോയ് കണ്ണഞ്ചിറ, നമുക്കറിയാം ഇപ്പം സബിനച്ചൻ രാഷ്ട്രീയമായിട്ട് നേരിടുന്ന വെല്ലുവിളികൾ, പ്രതിസന്ധികൾ, അതിനെ എങ്ങനെ തരണം ചെയ്യണം, അതിനെ എങ്ങനെ നോക്കിക്കാണണം എന്നതിനെ പറ്റി വളരെ വ്യക്തമായിട്ട് സംസാരിക്കുകയുണ്ടായി. നമുക്കറിയാം ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, സമുദായം നേരിടുന്ന ഏത് പ്രതിസന്ധി ആയിക്കോട്ടെ, അതിൻ്റെ ഒരു ബേസിക് കാരണം എന്ന് പറയുന്നത് ഒരു ഐക്യമില്ലായ്മ അല്ലെങ്കിൽ സമുദായ ബോധമില്ലായ്മയാണ് എന്നത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം ഈ അടുത്തിടയ്ക്കാണ് ലിയോ 14 മാർപ്പാപ്പ തുർക്കിയിലേക്ക് സന്ദർശനം നടത്തിയത്. ഈ തുർക്കി സഭയ്ക്ക് ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ ആ സഭയ്ക്കുള്ളിൽ നടന്ന ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഐക്യം ഇല്ലാത്ത ഒരു അവസ്ഥയാണ്. അതാണ് ലെബനോനിലൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ക്രൈസ്തവ സമുദായം, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവ സമുദായത്തിനുള്ളിലെ ആ ഒരു ഐക്യം എന്നത് ഇന്നും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണോ? നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ 2025 നിന്ന് 2026 കാലെടുത്ത് വെക്കുമ്പോൾ, അങ്ങ് പണ്ട് മിസ്പ ആ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കുവെച്ചതുപോലെ ഈ ഐക്യം എന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുകയാണോ? അതങ്ങനെ സ്വപ്നമായി തന്നെ അവശേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പണ്ട് ഇനി വരും തലമുറ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് സ്വപ്നം കാണേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിച്ചേരാനുള്ള സാധ്യതയില്ലേ ഫാദർ റോയ് കണ്ണഞ്ചിറ? സബിനച്ചൻ പറഞ്ഞ രാഷ്ട്രീയമായ, അതായത് സഭാബാഹ്യമായ ഒരു പ്രതലത്തിൽ നിന്നുള്ള നമ്മുടെ സമുദായത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങൾ, അത് രാഷ്ട്രീയമായ ഒരു പശ്ചാത്തലത്തിൽ സബിനച്ചൻ ഇവിടെ വിശദമാക്കിയുണ്ടായി. വളരെ നല്ല റിഫ്ലക്ഷൻ ആയിരുന്നു. സബിനച്ചന് പ്രത്യേകം അഭിനന്ദനങ്ങൾ നൽകുകയാണ്. നല്ല രീതിയിൽ അത് അവതരിപ്പിച്ചു. ഇപ്പം ജോർജ് ചോദിച്ച ഈ ഒരു വിഷയം നമ്മൾ സഭയ്ക്കകത്തിരുന്ന് കൂടുതൽ തുറന്ന് സംസാരിക്കേണ്ടതാണ്. ഇവിടെ നമ്മളൊരു ചാനലിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു വിഷയം സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് അത് അവതരിപ്പിക്കാനാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതേ ചാനലിൽ തന്നെയാണ് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 5 വർഷം മുമ്പാണ് നമ്മൾ മിസ്പ കൺവെൻഷൻ നടത്തി. 2020 ആദ്യത്തെ മിസ്പ കൺവെൻഷൻ നമ്മൾ നടത്തിയ സമുദായ ഭദ്രതയ്ക്ക് വേണ്ടി ആണോ? അല്ലേ ജോർജ്? 20 അന്ന് ആദ്യത്തെ മിസ്പ കൺവെൻഷനിൽ സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ പങ്കുവെച്ച ഒരു ശീർഷകം ഇന്ന് 5 വർഷം കഴിഞ്ഞ് വീണ്ടും 6ാമത്തെ വർഷത്തിലേക്ക് 26 നമ്മൾ കടക്കുമ്പോൾ വീണ്ടും അത് പ്രസക്തമാണ് എന്നെനിക്ക് തോന്നുകയാണ്. അന്ന് ഞാൻ പങ്കുവെച്ച ഒരു ചിന്ത, നമ്മളുടെ സഭ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് വളരുന്നു, ഒരുമിച്ച് തകരുന്നു എന്നുള്ളതായിരുന്നു. നമ്മളുടെ സഭ ഒറ്റയ്ക്ക് വളരുകയാണ്. പക്ഷെ തകർച്ച വരുമ്പോൾ, ഇപ്പോൾ സബിനച്ചൻ സൂചിപ്പിച്ച നിരവധി മേഖലകളിലുള്ള അപജയങ്ങൾ, എന്താ പറയുക, ശുഷ്കിച്ചു പോകുന്ന അവസ്ഥ, നമ്മുടെ പുതിയ തലമുറ നാട് വിട്ടു പോകുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുകയാണ്. അപ്പോൾ തകർച്ച വരുമ്പോൾ ഒരുമിച്ച് ഒരു സമുദായം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുമിച്ച് തകരുകയാണ്. വളർച്ചയുടെ കാര്യം പറയുമ്പോൾ ഈ ഒരുമിച്ച് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സമുദായ അംഗങ്ങൾ ഒറ്റയ്ക്ക് വളരാനാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. നമ്മളുടെ സഭയുടെ ഘടന തന്നെ അത്തരത്തിലുള്ള ഒരു പ്രാദേശികമായി അല്ലെങ്കിൽ റീത്തിന്റെ പേരിൽ ഇങ്ങനെ പലതരത്തിൽ ഉള്ള പല സെഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മുടെ സഭയുടെ ഘടന. അതുകൊണ്ട് തന്നെ ഓരോ റീത്തിനും അല്ലെങ്കിൽ ഓരോ സഭാ സമൂഹങ്ങൾക്കും, ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ ഒന്നാകെ എടുക്കുകയാണെങ്കിൽ വിവിധ സഭാ സമൂഹങ്ങളാണ് ഉള്ളത്. ഞാൻ എല്ലാ സഭാ സമൂഹങ്ങളുടെയും തനിമയെ ആദരിക്കുന്ന വ്യക്തിയാണ്. ആ ആദരവോടുകൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. ആ ഓരോ സഭയുടെയും തനിമ നിലനിൽക്കുക തന്നെ വേണം. എന്നാൽ മാത്രമേ ആ സഭയ്ക്ക് വളരാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഓരോ സഭയും തനിച്ച് വളർന്നാൽ മതി എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പരമ്പരാഗതമായ ഒരു ആന്തരിക അകൽച്ചയുടെ ഒരു ശൈലി ഉണ്ടായിരുന്നു നമ്മുടെ സഭകളുടെ വളർച്ചയിൽ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉള്ളിലൊരു അകൽച്ചയുണ്ട് ഈ സഭകൾ തമ്മിൽ. അവരെല്ലാവരും അവരവരുടെ ഐഡന്റിറ്റി നിലനിർത്താൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിൽ ഒരേ വിശ്വാസത്തിൽ വളരുന്ന സഭകളുടെ സാന്നിധ്യം പലപ്പോഴും ഞങ്ങൾക്ക് വളരാൻ തടസ്സമായി മാറുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമുണ്ട്. ഭാരതത്തിലും കേരളത്തിലുമായിട്ട് ഏകദേശം 300-ലധികം ക്രൈസ്തവ സഭാ സമൂഹങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 300-ലധികം ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ ഭാരതത്തിലും കേരളത്തിലുമായിട്ടുണ്ട്. അപ്പോൾ ഞാനും അതിൽ ഒരു സഭാ സമൂഹത്തിലെ അംഗമാണ്. അതുകൊണ്ട് ഒരു വ്യക്തിസഭകളുടെ യുണീക്നെസ്സിനെ എന്താ പറയുക,
തനിമയെ ഒരിക്കലും ഞാൻ ചോദ്യം ചെയ്യുകയല്ല. ഞാൻ കത്തോലിക്ക സഭയിലെ, സീറോ മലബാർ സഭയിലെ അംഗമാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സഭയുടെ ആ, തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റ് സഭാ സമൂഹങ്ങളോട് ആശയവിനിമയം നടത്താം എന്നുള്ളൊരു സാധ്യതയാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. കാരണം ഒരിക്കലും ഒരു സഭയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി ഈ ക്രൈസ്തവ സമൂഹത്തെ മുഴുവൻ ഇവിടെ നിലനിർത്താനായിട്ട് സാധിക്കില്ല. നമ്മളുടെ സഭകൾ ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വളരാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങളിൽ ഇനി ഓരോ സഭകളുടെയും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ വിവിധ രൂപതകൾ, വിവിധ സന്യാസ സമൂഹങ്ങൾ, ഇതെല്ലാം ഓരോരോ സഭകൾ പോലെയാണ് നമ്മുടെ കേരളത്തിൽ വളരുന്നത്. പറയുമ്പോൾ പലർക്കും അസ്വസ്ഥതകൾ തോന്നിയേക്കാം. പക്ഷെ എന്നാലും നമ്മളുടെ ഓരോ റീത്തിലും അകത്തേക്ക് കയറിയാൽ ഓരോ രൂപതകളും ഓരോ രൂപതയും ഓരോരോ സഭ പോലെയാണ് വളരുന്നത്. അവർക്ക് അവരുടേതായ കാര്യങ്ങൾ, അവരുടേതായ ആഭ്യന്തര പ്രശ്നങ്ങൾ, അവരുടേതായ പ്രാദേശിക വാദങ്ങൾ, ഇതെല്ലാം ഓരോ സഭയും അഭിമുഖീകരിക്കുകയാണ്. സീറോ മലബാർ സഭയിൽ അത് ഈ കുറച്ചു കാലങ്ങളിലായിട്ട് വളരെയേറെ പ്രകടമായി. അത് ലിറ്റർജിയുടെ പേരിലാണ് വന്നതെങ്കിലും പ്രാദേശികമായ വിഘടനവാദങ്ങളൊക്കെ ഇതിനുള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകാവുന്ന കാര്യങ്ങളെ പർവ്വതീകരിക്കുകയും അത്തരത്തിലുള്ള അകലങ്ങളിലാണ്, അകൽച്ച നിലനിർത്തുന്നതിലാണ് നമ്മുടെ ഐക്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ സഭാ സമൂഹത്തിന്റെ ഐക്യം മറ്റുള്ളവരെ അകറ്റി നിർത്തുന്നതിലാണ് നിലനിൽക്കുന്നത് എന്നുള്ള അനൈക്യത്തിന്റെ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്ന നേതാക്കളാണ് നമ്മളുടെ സഭയുടെ ഈ ഒരു കൂട്ടായ്മ ഇതുവരെ സാധ്യമാകാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അവരെ വിളിക്കുന്നത് അക്വേറിയത്തിലെ സ്രാവുകൾ എന്നാണ്. അക്വേറിയത്തിലെ സ്രാവുകൾ പോലെയാണ് നമ്മുടെ പല നേതാക്കളും. ഇനി നമ്മുടെ വിവിധ സംഘടനകളുടെ കാര്യങ്ങൾ എടുക്കൂ. ഒരു സംഘടന, എത്രയോ സംഘടനകളാണ്. ഇപ്പൊ കത്തോലിക്ക സഭയിൽ തന്നെ 3 രീതിയിലായിട്ട് എത്രയോ ആത്മായ സംഘടനകളാണ് ഉള്ളത്. ആത്മീയ സംഘടനകൾ എത്രയാണ്. ഈ സംഘടനകളെല്ലാം കൂടെ എന്താണ് ഇവരുടെ അജണ്ട എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കത്തോലിക്ക കോൺഗ്രസിന്റെ നേതാവാണ് പ്രിയപ്പെട്ട സബിനച്ചൻ. എനിക്ക് കത്തോലിക്ക കോൺഗ്രസിനോട് ഞാൻ സംസാരിക്കുമ്പോഴും എല്ലാ കത്തോലിക്ക ഭക്ത സംഘടനകളുടെയും കൂടി ഒരു ഏകീകരിക്കപ്പെട്ട സിലബസ്, അതാണ് കത്തോലിക്ക കോൺഗ്രസ് നടപ്പിലാക്കേണ്ടതെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ സംഘടനകൾക്കെല്ലാം കൂടി ഒരു സിലബസ് ഉണ്ടാവണം. ഇതിപ്പം ഓരോ സംഘടനകൾക്കും ഓരോരോ ലക്ഷ്യങ്ങളാണ്. ഈ ഓരോരോ ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി അവരുടെ എനർജി, ഹ്യൂമൻ റിസോഴ്സ്, ഫൈനാൻഷ്യൽ റിസോഴ്സ്, സമയം, ഇത് മുഴുവൻ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ സഭയെ വളർത്തുകയാണ് എന്ന് പറയുകയുമാണ്. എന്നാൽ പരസ്പരം ഐക്യപ്പെട്ട് ചില കാര്യങ്ങളിലേക്ക് വരേണ്ടി വരുമ്പോൾ അതിന് നമ്മളെ പുറത്തുനിന്ന് ആരെങ്കിലും തല്ലണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഐക്യപ്പെടാൻ കഴിയുന്നത്. അന്നേരം നമ്മൾ ഒരുമിച്ച് ചേർന്ന് കക്കുകളി എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുന്നു, അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ എന്ന് പറഞ്ഞ് നമ്മൾ എതിർക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അകത്ത് നമ്മൾ എങ്ങനെ ഈ ഭിന്നത നിലനിർത്താം എന്നുള്ളതിനെ പറ്റി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വൈരുദ്ധ്യം നമ്മൾ തുറന്ന് സമ്മതിക്കുകയും ഒരുമിച്ച് വളരുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ നാടിന്റെ നന്മയായി മാറാൻ കഴിയുന്നത് എന്നുള്ള സത്യം അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ സഭകളുടെ നിലനിൽപ്പിനുള്ളിൽ, എക്സിസ്റ്റൻസിനുള്ളിൽ ദൈവം മഹത്വപ്പെടുന്നത് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ അക്വേറിയത്തിലെ സ്രാവുകളായി കടന്ന് പൊളക്കുകയാണ്. ചില സ്രാവുകൾ ഇങ്ങനെ കടന്ന് പൊളക്കുകയാണ്. ഇതാണ് കടൽ എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. ഈ ചെറിയ ചെറിയ അക്വേറിയങ്ങൾ ഇതാണ് കടൽ എന്നങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അത്തരത്തിൽ അതിന് സന്യാസ സഭ, ഞാൻ ഉൾപ്പെടുന്ന സന്യാസ സഭകളുടെ ശൈലിയും അതേ പാറ്റേണിൽ തന്നെയാണ് നമ്മുടെ സഭയിൽ വളരുന്നത്. അപ്പൊ നമുക്കൊരു മാറ്റം ആവശ്യമാണ് എന്ന് ഈ കാലം നമ്മോട് പറയുകയാണ്. ഒരു പിണറായിയും ഇവിടെ ഈ പറയുന്ന ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വെക്കില്ല. ഒരു മിനിസ്ട്രിയും വെക്കില്ല. കോൺഗ്രസ് വെക്കില്ല. കാരണം എന്താണ്? ഈ ക്രൈസ്തവ സമൂഹത്തെ എങ്ങനെ ഭിന്നിപ്പിച്ച് ഭരിക്കാം, ഭിന്നിപ്പിച്ച് കാര്യം നേടാമെന്ന് കൃത്യമായി ഗൃഹപാഠം ചെയ്തിട്ടുള്ള നേതാക്കളാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ. നമ്മുടെ സഭാ സമൂഹം നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്താണ് എന്ന് നമുക്ക് ആർക്കാണ് മനസ്സിലാകാത്തത്? നമ്മുടെ ഏത് ഇടവകയിലാണ് ഒരു കാര്യം സഭയുടെ ഐക്യത്തിന് വേണ്ടി ഒരുമിച്ചെടുക്കാൻ കഴിയുന്നത്? ഏത് ഇടവകയിലാണ്? അവിടെ ഇടവകയിലെ വിവിധ ഭാരവാഹികൾ അവരവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് സഭയുടെ താല്പര്യത്തെ ബലി കൊടുക്കുകയും രാഷ്ട്രീയ താല്പര്യം ഇടവകയിൽ എങ്ങനെ സാധ്യതമാക്കി എടുക്കാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുകയും അതിന്റെ പേരിൽ ശത്രുത പോലെയുള്ള അകൽച്ചയുടെ വികാരങ്ങൾ നിലനിർത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ലേ, നമ്മുടെ ഇടവകകളിലില്ലേ?
നമ്മുടെ രൂപതകളിലില്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിതിങ്ങനെ തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷയം, ഇതൊക്കെ പുറത്തു പറയാമോ, ഇതിന് ബാക്കിയുള്ളവരെല്ലാവരും ഇത് കേൾക്കുന്നില്ലേ എന്നൊക്കെയുള്ള തോന്നലാണ്. ഒരിക്കലും ഞാനിത് പറയുന്നത് എൻ്റെ സഭയുടെ ഉള്ളിൽ അനൈക്യം ഇങ്ങനെ കത്തി നിൽക്കുകയാണെന്ന് പറയാൻ വേണ്ടിയല്ല. നമ്മളുടെ സഭയുടെ നന്മകൾ ഇനി അടുത്ത തലമുറകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സഭ ഇവിടെ നിലനിൽക്കണം. ഈ സഭ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൃദയം കൊണ്ട് ഒരുമിക്കണം. ഇവിടെ എല്ലാ സഭകളും അവരവരുടെ തനിമ നിലനിർത്തിക്കൊണ്ട്, എല്ലാ രൂപതകളും അവരവരുടെ പ്രാദേശികമായ എന്താ പറയാ അസ്തിത്വ സുഖം അനുഭവിച്ചുകൊണ്ട്, പ്രാദേശികമാണല്ലോ എല്ലാ സഭകളും, അങ്ങനെ തന്നെ നിലനിന്നോട്ടെ. പക്ഷേ ഇവിടെ ഒരു സമുദായം എന്നുള്ള നിലയിൽ നമ്മൾ ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിനിയും ഒരുമിക്കണം. അതുകൊണ്ട് 5 വർഷം മുമ്പ് ഞാൻ ചോദിച്ച ചോദ്യം ഇതായിരുന്നു: ഒറ്റയ്ക്ക് വളർന്നൊടുങ്ങണോ, ഒരുമിച്ച് വളരാൻ തുടങ്ങണോ എന്നുള്ളതായിരുന്നു. ഇപ്പോഴും അതേ ചോദ്യം പ്രസക്തമാണ് എന്ന് ഈ കഴിഞ്ഞ 3-4 വർഷത്തെ ഈ മാലപ്പടക്കം പൊട്ടിയ പോലെയുള്ള പിന്നെ കലാപങ്ങൾ, കലഹങ്ങൾ, അനൈക്യത്തിന്റെ കാരണങ്ങളൊക്കെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മൂക്കത്ത് വിരൽ വെച്ച് പോകും. കണ്ണും ചെവിയും മൂക്കും കേൾക്കാത്തവര് പോലും മൂക്കത്ത് വിരൽ വെക്കുന്ന തരത്തിലുള്ള വളരെ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിലാണ് ഇത്ര വലിയ മഹാപണ്ഡിതന്മാരും മഹാ ആത്മീയ നേതാക്കളും ഒക്കെ തമ്മിൽ അകന്നു നിന്നിരുന്നത് എന്ന് ഈ ഒരു കാലം ഇനി തിരിഞ്ഞു നിന്ന് ചോദിക്കും. ഒരു 2040 എത്തുമ്പോൾ ഈ കേരളത്തിലെ കത്തോലിക്ക സഭയുടെയും ക്രൈസ്തവ സമൂഹത്തിലെയും അന്ന് അവശേഷിക്കുന്ന അംഗങ്ങൾ തിരിഞ്ഞു നിന്ന് ഈ ഒരു കാലത്തോട് ചോദിക്കും, 2020 ചോദിക്കും, 25 ചോദിക്കും, ഈ സഭയിൽ ഇതുപോലെ ഭിന്നതയും കലഹങ്ങളും വർദ്ധിച്ചപ്പോൾ ഈ വിശ്വാസ സമൂഹം ഇവിടെ നിലനിന്നാൽ മാത്രമേ വിശ്വാസം നിലനിൽക്കുകയുള്ളൂ എന്ന് ഉള്ള ആത്മീയ ബോധമുള്ള ഒരു നേതാവും നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ എന്ന് കാലത്തോട് തിരിഞ്ഞു നിന്ന് കണ്ണീരോടെ ഈ സഭാമക്കൾ ചോദിക്കും അടുത്ത തലമുറ. അതുകൊണ്ട് നമുക്കിവിടെ ഇനി നമ്മളിവിടെ ഉള്ളിൽ ഐക്യമുണ്ടാക്കുക എന്ന് പറയുന്നത് സഭയുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ആരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത്, ആരെയും ഒറ്റപ്പെടുത്തിക്കൊണ്ടുമല്ല സംസാരിക്കുന്നത്. നമുക്ക് ഒരുമിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന സത്യം പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ സഭയുടെ ഐക്യം നിലനിർത്താൻ വേണ്ടി നമ്മുടെ അഭിമന്യ പിതാക്കന്മാരും ആത്മീയ നേതാക്കളും അൽമായ നേതാക്കളും ഒക്കെ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ട്. നിരവധി പേര് പരിശ്രമിക്കുന്നുണ്ട്. ആ പരിശ്രമങ്ങളെ എല്ലാം ഞാൻ ആദരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഉന്നതമായ പ്ലാറ്റ്ഫോമാണ് നമ്മുടെ AKCC കത്തോലിക്ക കോൺഗ്രസ്. ഞാൻ ആദരിക്കുന്നുണ്ട്. എന്റെ സംഘടനയാണ്, എന്റെ സഭയുടെ സംഘടനയാണ്, ഞാൻ ആദരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ സംഘടനകൾക്കെല്ലാം കൂടി, സംഘടനകളുടെ നേതാക്കൾക്കെല്ലാം കൂടി സഭാ സമൂഹത്തിന്റെ ഐക്യം എന്നുള്ള ഒരു സിലബസിലേക്ക് നമ്മുടെ ചിന്തകൾ രൂപപ്പെടണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരോ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക ചട്ടുകങ്ങളായി അങ്ങോട്ട് തീക്കനൽ കോരിയിടാനും ഇങ്ങോട്ട് ആക്ഷേപം കോരിയിടാനും അവഹേളിക്കാനും പരസ്പരം പണി കൊടുക്കാനും ഒക്കെയുള്ള വെറും ഈ ഉപകരണങ്ങളായി നമ്മൾ അവശേഷിക്കും. അത്തരത്തിലുള്ള ഭിന്നതകളുടെ ചട്ടുകങ്ങളായി മാറാതിരിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ട് ഒരുമിക്കണം. കാരണം നമ്മൾ ഒന്നായി നിന്ന് കഴിഞ്ഞാൽ, ഇവിടെ സബിനച്ചൻ പറഞ്ഞു ഇവരെ നമ്മളെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇവര് കേൾക്കും. എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് പറയുന്നതിനനുസരിച്ച് കോൺഗ്രസ് തുള്ളുന്നത്? എന്തുകൊണ്ടാണ്? അവര് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലാണ് എങ്കിലും അവരുടെ സമുദായത്തിന്റെ വിഷയം വരുമ്പോൾ അവരുടെ ഹൃദയം കൊണ്ട് അവർ ഒരുമിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ ആ രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നത നേതൃത്വത്തിലൊക്കെ ഈ മതത്തിലെ അംഗങ്ങൾ ഉണ്ടെങ്കിലും സമുദായത്തിന്റെ ആവശ്യം വരുമ്പോൾ അവർക്ക് പാർട്ടിയില്ല. അതെ, അതാണ് ലീഗിന്റെ ഒരു നേതാവ് പ്രസംഗിച്ചല്ലോ. അതായത് സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഭരണം തിരിച്ചു പിടിക്കേണ്ടത്, UDF അധികാരത്തിൽ വരേണ്ടത് എന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. അവരുടെ മിഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. യെസ്, അല്ല അതിപ്പം ഏത് പാർട്ടിയാണെങ്കിലും ജോർജി, ഏത് പാർട്ടിയാണെങ്കിലും അക്കാര്യത്തിൽ വ്യത്യാസമില്ല. ഇവിടെ ക്രൈസ്തവരും അവരുടെ അൽമായരായിട്ടുള്ള ക്രൈസ്തവ നേതാക്കൾക്ക് തീർച്ചയായും ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ, പൗരബോധം ഉള്ളിലുള്ള വ്യക്തികൾ എന്നുള്ള നിലയിൽ, പൊതുസമൂഹത്തിലെ അംഗങ്ങൾ എന്നുള്ള നിലയിൽ നമുക്കും രാഷ്ട്രീയ ബോധം ഉണ്ടാവണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഓരോരുത്തർക്കും ഓരോ ആഭിമുഖ്യങ്ങളാണ്. തീർച്ചയായിട്ടും അതുണ്ടാകണം. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കണം. ഒപ്പം ഇതിന്റെ അടിസ്ഥാനം എന്താണ്? ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധി കൂടിയാണ് എന്നുള്ള ചിന്തയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പ്രവർത്തിക്കുമ്പോഴും സ്വന്തം വിശ്വാസത്തിന് മുറിവേൽക്കുന്ന അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സുമുണ്ടാവണം. അത് വേറെ ഏതെങ്കിലും മതത്തിനെതിരെയോ പാർട്ടിക്കെതിരെയോ വേറെ ഏതെങ്കിലും സമുദായത്തിനെതിരെയോ ഒന്നുമല്ല. നമ്മൾ ആർക്കും എതിരാവേണ്ട. പകരം
ഈ സമുദായ ഭദ്രതയുടെ വർഷത്തിൽ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട സഭയോടും സഭാ നേതാക്കളോടും പങ്കുവയ്ക്കാനുള്ള ചിന്ത, നമ്മൾ ഒരുമിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റാരും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ആർക്കും എതിരാവുകയല്ല വേണ്ടത്, നമ്മൾ നമുക്ക് അനുകൂലമാവുകയാണ് വേണ്ടത്. നമ്മൾ നമുക്ക് അനുകൂലമാകണം. അപ്പോൾ നമുക്ക് നമ്മുടെ ശക്തി ഒരുമിപ്പിക്കാൻ പറ്റും, നമ്മുടെ മാനവ വിഭവ ശേഷിയെ ഒരുമിപ്പിക്കാൻ പറ്റും, നമ്മുടെ സാമ്പത്തിക ശേഷികളെ ഒരുമിപ്പിക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ വിശ്വാസം ഇവിടെ സംവഹിക്കുന്നവരെ ഈ നാട്ടിൽ നിലനിർത്താനുള്ള സംഘടിതമായ പ്രയത്നത്തിനായി നമുക്ക് ഈ വൈവിധ്യങ്ങൾ മറന്ന്, വൈജാത്യങ്ങൾ മറന്ന്, കലഹ കാരണങ്ങൾ കുഴിച്ചിട്ട് നമുക്ക് ഒരുമിക്കാം, മനസ്സുകൊണ്ട് ഒരുമിക്കാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് വളരാം എന്നുള്ള ഒരു സന്ദേശത്തിലേക്ക് മനസ്സുണരും. അതല്ലാതെ നമ്മളെ ആക്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ കുറ്റം പറഞ്ഞിട്ടോ നമ്മളെ വിഭജിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ടോ ഒരു കാര്യമില്ല. വിഭജിക്കപ്പെടാൻ വേണ്ടി ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ ഞങ്ങളെ ചൂഷണം ചെയ്തുകൊള്ളൂ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റി തന്നാൽ ഞങ്ങൾ സഭയെ ഒറ്റുകൊടുത്തോളാം എന്ന് പറയാൻ ജാള്യതയില്ലാത്തവരിവിടെ ഉണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടല്ലേ ഈ കളി ഇവിടെ നടക്കുന്നത്. അതല്ലാതെ വിശ്വാസത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കാൻ മനസ്സുള്ള ആത്മീയ നേതാക്കളും അൽമായ നേതാക്കളും പ്രാദേശികവാദം മറന്ന്, വിഘടനവാദം മറന്ന്, വിഭാഗീയത ചിന്തകൾ മറന്ന് നമ്മുടെ വിശ്വാസത്തിനും സമുദായത്തിനും വേണ്ടി ഒരുമിച്ചാൽ ഈ കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന നന്മകൾ തുടരാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അത് തുടരണം. അത് എല്ലാ മതസ്ഥർക്കും ഗുണകരമായ നന്മകൾ മാത്രമാണ് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഈ നാടിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടരണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹം ഇവിടെ നിലനിൽക്കണം. സമൂഹം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി വിചാരിക്കേണ്ട കാര്യമല്ല, അത് പ്രതിപക്ഷ നേതാവ് വിചാരിക്കേണ്ട കാര്യമല്ല, അത് ഈ സമൂഹം വിചാരിക്കേണ്ട കാര്യമാണ്, ഈ സമൂഹത്തിന്റെ നേതാക്കൾ വിചാരിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് സംഘടനാ നേതാക്കൾ സങ്കടങ്ങൾ മറന്ന് നമുക്ക് സംഘടിക്കാം. അങ്ങനെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, നമ്മുടെ സമുദായത്തെ വളർത്താം, ആർക്കും എതിര് നിന്നുകൊണ്ടല്ല, നമുക്ക് അനുകൂലമായിക്കൊണ്ട്. തീർച്ചയായും വളരെ മനോഹരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് 2026 ഈ വർഷത്തിൽ ഈ ഒറ്റത്തുരുത്തുകളായിട്ട് നിൽക്കാതെ ഒരുമിച്ച് നിൽക്കുക, സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെക്കുക, വ്യക്തി താല്പര്യങ്ങൾ മാറ്റിവെക്കുക, സമുദായത്തിന് വേണ്ടി ഒന്നിച്ച് നിൽക്കുക. അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ ഒരു 10-15 വർഷമൊക്കെ കഴിയുമ്പോൾ വരും തലമുറ നമ്മെ കുറ്റപ്പെടുത്തും ഈ ഒരു വിഷയത്തിൽ. തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ് ഫാദർ റോയ് കണ്ണഞ്ചിറ പങ്കുവച്ചത്.